ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു പുതിയ പ്രഭാതം കൂടി സർവശക്തനായിരിക്കുന്ന കർത്താവ് നമുക്ക് നൽകിയത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 21 അധ്യായമാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ അകത്ത് തുടങ്ങുമ്പോൾ തന്നെ ഇസഹാക്കിൻ്റെ ജനനത്തെക്കുറിച്ചാണ് ഈ അധ്യായം പ്രതിപാദിക്കുന്നത്. കഴിഞ്ഞ 20 അധ്യായത്തിൻ്റെ അകത്ത് നമ്മൾ കണ്ട് നിർത്തിയതായിരുന്ന വിഷയം എന്ന് പറയുന്നത് അബീമേലെക്ക് സാറയെ അബ്രഹാമിൻ്റെ പെങ്ങളാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് സാറയെ പിടിച്ചുകൊണ്ട് പോയതും അബീമേലെക്കിൻ്റെ കുടുംബത്തെ ആ ദൈവം അതിനകത്ത് ദണ്ഡിപ്പിക്കുകയൊക്കെ ചെയ്ത് അവസാനമായി ഈ അബീമേലെക്ക് അബ്രഹാമിനെ വിളിച്ചു വരുത്തി സാറായെ മടക്കി കൊടുക്കുന്നതായിരിക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത്. അവിടെ അബ്രഹാം അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അബീമേലെക്ക് എന്ന് പറയുന്നത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം അബ്രഹാമിൻ്റെ ശത്രു തന്നെയാണ്. കാരണം അബ്രഹാം കള്ളം പറഞ്ഞു എന്നുള്ളത് ശരിയാണ് എങ്കിലും ആ സാറയെ പിടിച്ചുകൊണ്ടുപോയി എന്നുള്ളത് വരുമ്പോൾ അബ്രഹാമിൻ്റെ മുമ്പിൽ ശത്രുവായിട്ടാണ് അബീമേലെക്ക് നിൽക്കുന്നത്. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുന്നുണ്ട്, അബ്രഹാം അവന് വേണ്ടി അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ദൈവം അബീമേലെക്കിനോട് പറയുന്നുണ്ട്. എന്തായാലും അവിടെ അബീമേലെക്കിന് വേണ്ടി അബ്രഹാം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യയായ സാറായുടെ നിമിത്തം ദൈവം അബീമേലെക്കിൻ്റെ ഭവനത്തിലെ ഗർഭം ഒക്കെയും അടച്ചിരുന്നു. അപ്പോൾ ദൈവം അത് തുറന്നു, അവരുടെ ഗർഭത്തെയൊക്കെയും ദൈവം തുറന്നു. അബ്രഹാം അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അത് കഴിഞ്ഞപ്പോൾ 21 അധ്യായം തുടങ്ങുന്നത് തന്നെ ഈ ശത്രുവിൻ്റെ വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ച അബ്രഹാമിൻ്റെ വിഷയത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നതായിരിക്കുന്ന ഒരു ആശ്ചര്യകരമായിരിക്കുന്ന ഒരു കാര്യമാണ് 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അത് 20 അധ്യായത്തിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് കാണാം. 20ൻ്റെ കണ്ടിന്യൂവേഷനാണ് 21 കാണാം. കാരണം അതിനകത്ത് അനന്തരം എന്ന് പറയുന്ന വാക്കുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അനന്തരം എന്ന് പറയുമ്പോൾ ഈ അബീമേലെക്കിന് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ ഗർഭത്തെ ദൈവം അടച്ചിരുന്നതായിരിക്കുന്ന ആ ഒരു പ്രവൃത്തി അബ്രഹാമിൻ്റെ പ്രാർത്ഥനയെങ്കിൽ അത് തുറക്കപ്പെടുകയും അവരൊക്കെ പ്രസവിക്കാനൊക്കെ ഇടയായി തീർന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ശത്രുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ ജീവിതത്തിൻ്റെ സ്ഥിതിയെ ദൈവം അവിടെ മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. അബ്രഹാം ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവിടെ അബ്രഹാമിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ദൈവം താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് പോലെ യഹോവ ദൈവം ആ സാറയ്ക്ക് ഒരു മകനെ കൊടുത്തു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. അബ്രഹാമിൻ്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഇല്ലേ, അതൊരു അവധിയാണ്. ദൈവം അവനോട് അരുളി ചെയ്തിരുന്ന അവധിക്ക്, ഇല്ലേ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനകത്തും വാഗ്ദത്തങ്ങൾക്ക് ഒരു സമയം വെച്ചിരിക്കുന്നു, അല്ലേ. ഹബക്കൂക്കിൻ്റെ പ്രവചനത്തിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഒരു അവധി അതിനു വേണ്ടി വെച്ചിട്ടുണ്ട്, ഒരു ടൈം അതിനു വേണ്ടി ദൈവം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അബ്രഹാമിൻ്റെ ആ വാർദ്ധക്യത്തിലും ആ മകനുണ്ടാകുമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ ദൈവം വെച്ചിരിക്കുന്നതായിരിക്കുന്ന അരുളി ചെയ്തിരുന്ന അവധിക്ക്, ഇല്ലേ, സാറ ഒരു ഗർഭം ധരിച്ച് മകനെ പ്രസവിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ഈ ഒരു പേഷ്യൻസ് നമുക്ക് ആവശ്യമാണ്. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം എത്രയോ വലുതായിരിക്കുന്ന നാളുകളാണ് താൻ ഈ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നത്. അബ്രഹാമിന് 100 വയസ്സുള്ളപ്പോഴാണ് ഈ കുഞ്ഞുണ്ടാകുന്നത്. ഇത് തനിക്ക് ചിരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് സാറ ഇസഹാക്ക് എന്ന്, ചിരി എന്നർത്ഥം വരുന്ന രീതിയിലുള്ള ഇസഹാക്ക് എന്നുള്ളതായിരിക്കുന്ന പേര് കുഞ്ഞിന് ഇടുവാനിടയായി തീർന്നു. 8-ാം ദിവസം ദൈവം പറഞ്ഞതുപോലെ പരിച്ഛേദന കഴിച്ചു, അല്ലേ. ആ കുഞ്ഞുണ്ടായ ശേഷവും ദൈവം പറഞ്ഞതനുസരിക്കുന്ന അബ്രഹാമിനെയാണ് നമ്മൾ 4-ാം വാക്യത്തിൽ കാണുന്നത്. അബ്രഹാമിനോട് കൽപ്പിച്ചിരുന്നത് പോലെ അങ്ങനെ തന്നെ ഇസഹാക്കിനെ 8-ാം ദിവസത്തിൽ പരിച്ഛേദന കഴിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ ഒരു അവധി ഉണ്ട് എന്നുള്ളത് നമ്മളെപ്പോഴും ഓർക്കണം. നമ്മുടെ വിഷയത്തിനകത്ത് ആർക്കെങ്കിലും ഒരു മാനസാന്തരം ദൈവം കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അവരെ ദൈവം മടക്കി വരുത്തുമെന്നുള്ളൊരു വാഗ്ദത്തം ഉണ്ട് എങ്കിൽ, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞിനെ തരാം എന്നുള്ള ഒരു വാഗ്ദത്തമുണ്ട് എങ്കിൽ, പ്രിയമുള്ളവരെ, അതൊരു അവധി ഉണ്ട്. ആ അവധി, അതിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മൾ റെഡിയാകുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകളെ കാണുവാൻ അത് ഇടയായി തീരും. നമ്മൾ താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ കാണാൻ പറ്റുന്ന ഒരു കാര്യം,
ഈ മിസ്രൈം ദാസിയായിരുന്ന ഹാഗാർ അബ്രഹാമിന് പ്രസവിച്ച മകനായിരുന്ന ഇസ്മായേൽ അവനൊരു പരിഹാസിയാണ് എന്ന് സാറ കാണുകയാണ്. കാരണം ഇസഹാക്കിനെ പരിഹസിച്ച് കാണും ഒരുപക്ഷെ. കാരണം അവർ തമ്മിൽ ഒരു 13 വയസ്സിൻ്റെ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ ഈ കുഞ്ഞിൻ്റെ മുലകുടി മാറിയതിന് ശേഷം, ഇസഹാക്കിൻ്റെ മുലകുടി മാറിയതിന് ശേഷം അവിടെ വായിക്കുന്നുണ്ട് അബ്രഹാം ഒരു വലിയ വിരുന്ന് കഴിച്ചു എന്നൊക്കെ. ആ സമയത്ത് ഒരു പക്ഷേ ഏകദേശം ഈ ഇസഹാക്കിന് ഒരു 5 വയസ്സും ഈ ഇസ്മായേലിന് ഒരു 18 വയസ്സും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു സമയമായിരിക്കാം, മുലകുടി പാറിയതായിരിക്കുന്ന സമയമെന്ന് പറയുമ്പോൾ. അപ്പോൾ ഏകദേശം ആ ഒരു സമയമായി കഴിഞ്ഞപ്പോൾ ഈ സാറയ്ക്ക് മനസ്സിലാവുകയാണ് ഈ മകൻ, ഈ ഇസ്മായേൽ ഒരു പരിഹാസിയാണ്. അതുകൊണ്ട് പറയുകയാണ് അബ്രഹാമിനോട്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളയുക എന്ന് പറഞ്ഞു. എൻ്റെ മകൻ ഇസഹാക്കിനോട് കൂടെ അവൻ അവകാശിയായി തീരരുത് എന്ന് പറഞ്ഞു. താഴേക്ക് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും, നമുക്ക് എത്രയും ഫെമിലിയർ ആയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. ഹാഗാറിന് ഒരു തുരുത്തി വെള്ളമൊക്കെ കൊടുത്ത് അബ്രഹാം പറഞ്ഞയക്കുകയാണ് അല്ലേ. അബ്രഹാം പറഞ്ഞയക്കുക. അബ്രഹാമിന് കാര്യങ്ങളൊക്കെ അല്പം അനിഷ്ടമായായിരുന്നു. പക്ഷേ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ദൈവം തന്നെ പറയുകയാണ്, ഇല്ലേ, സാറയുടെ വാക്ക് നീ അതുപോലെ കേട്ട് അനുസരിക്കുക. നീ അവളുടെ വാക്ക് കേൾക്കുക എന്ന് പറയുന്നു. ഇസഹാക്കിൽ നിന്നുള്ളവരല്ലോ നിന്റെ സാക്ഷാൽ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് നീ അവൾ പറയുന്നത് പോലെ കേൾക്ക് എന്ന് ദൈവവും പറയുകയാണ്. അങ്ങനെ ദാസിയുടെ മകനെയും ഞാനൊരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്യുകയാണ്. ഇത് മനസ്സിലാക്കിയതായിരിക്കുന്ന അബ്രഹാം ദൈവത്തിൻ്റെ പദ്ധതി തന്നെയാണ് ഇത് എന്ന് സാറയിലൂടെ പറഞ്ഞതെന്ന് മനസ്സിലാക്കിയ അബ്രഹാം രാവിലെ അതികാലത്ത് എഴുന്നേറ്റ് ഒരു അപ്പം എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും എടുത്ത് ഹാഗാറിൻ്റെ തോളിൽ വെച്ച് കുട്ടിയെയും കൊടുത്ത് അവളെ അയച്ചു. അവൾ പുറപ്പെട്ടു പോയി. ബേർശേബ മരുഭൂമിയിൽ അവളിങ്ങനെ ഉഴന്ന് നടന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉഴന്ന് നടക്കുകയാണ് ഹാഗാർ മരുഭൂമിയിലൂടെ. ഈ കുഞ്ഞുമായിട്ട് ഉഴന്ന് നടക്കുക. അവളുടെ തുരുത്തിയിലെ വെള്ളം മുഴുവൻ ചെലവായി. ഇനി കുട്ടിയെ ആ ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടു എന്ന് വായിക്കുന്നു. അവിടെ ഇരുന്നിട്ട് ഇനി കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് ഒരു അൻപിൻപാട് ദൂരത്ത് ഇരുന്നു. അവിടെ ഇരുന്ന് നിലവിളിക്കുകയാണ്. അവൾ അവിടെ ഉറക്ക കരഞ്ഞു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം മരുഭൂമിയിൽ ഉഴുതു നടന്ന അവൾക്ക് ഇനി എങ്ങനെ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും? ഈ അത്യുഷ്ണം തലയ്ക്ക് മേലെ ആഞ്ഞടിക്കുമ്പോൾ കുടിക്കുവാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലുമില്ല. ജീവിതത്തിൻ്റെ അകത്തൊരു പ്രത്യാശ ഒന്നുമില്ല. സകലത് നഷ്ടപ്പെട്ടു. ഏറ്റവും അതികഠിനമായിരിക്കുന്ന ശോധനയിലൂടെ ഹാഗാർ ഇതാ മുന്നോട്ട് യാത്ര ചെയ്യുക. നിന്ന സമയത്ത് ഇനി അവൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല. ഉഷ്ണമടിച്ചു. അവൾക്കിനി ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിയത്തില്ല. കുഞ്ഞാണെങ്കിൽ തളർന്നു വീഴുകയാ. ഹല്ലേലൂയ. കുഞ്ഞിൻ്റെ മരണത്തോട് അവൻ അടുക്കുന്നത് പോലെ അവൾക്ക് തോന്നിയിട്ട് ഹല്ലേലൂയ അവിടെ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവൾ ഉറക്കക്കരയുക. ഇന്ന് പല മാതാപിതാക്കളും ഹല്ലേലൂയ ഈ ലോകത്തിൻ്റെ ഉഷ്ണം തട്ടി കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തേക്ക് ഹല്ലേലൂയ കടന്നു വരുന്നതായിരിക്കുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അവരുടെ ജീവിതത്തിൻ്റെ അകത്തുള്ളതായിരിക്കുന്ന വൈകല്യങ്ങളും ഒക്കെ കണ്ട് ഉറക്കക്കരയുന്ന മാതാപിതാക്കൾക്ക് ഹല്ലേലൂയ ആ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഒരു പ്രത്യാശയുണ്ട്. ഉറക്കക്കരയുന്ന ഒരു മാതാവിനെയും ദൈവം അവിടെ ഹല്ലേലൂയ വെറുതെ വിട്ട് കളയത്തില്ല. ഒരു ഉറവ അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കും. ആ ഉറവയിൽ നിന്ന് തന്നെ അവർ കോരിക്കൊടുത്ത് ആ കുഞ്ഞിനെ കുടിപ്പിച്ചെഴുന്നേൽക്കും. ഒരു ജീവജലത്തിൻ്റെ നദിയുണ്ട്. ആ ഉറവയിൽ നിന്ന് കോരിക്കൊടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ആ വചനത്തിൻ്റെ ഉറവകളിൽ നിന്ന് ഹല്ലേലൂയ കോരിക്കൊടുക്കുവാൻ തക്കവണ്ണം അങ്ങനെ ജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കുന്ന കുഞ്ഞുങ്ങളായി ഹല്ലേലൂയ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളും മാറ്റപ്പെടുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് സഹായിക്കട്ടെ. അവിടെ നിന്ന് ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നിട്ട് ദൈവം തന്നെ ഇറങ്ങി ഹാഗാറിനോട് ആകാശത്ത് നിന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഹാഗാറേ നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലനിരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. പ്രിയമുള്ളവരെ, ബാലൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തുവാനായിട്ടിടയായി തീർന്നു. ഹല്ലേലൂയ. ആ നിലവിളിക്ക് മുമ്പിൽ, ഹാഗാറിൻ്റെ നിലവിളിക്ക് മുമ്പിൽ ആ ചെവികളെ തുറന്ന കർത്താവിൻ്റെ സാന്നിധ്യം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. പല വേദനകളിലൂടെ കരയുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളായിരിക്കാം നമ്മളൊരു പക്ഷേ. അങ്ങനെ പല അസുഖങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, നിരവധി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് കഴിയുന്ന ആ മാതാപിതാക്കളാണെങ്കിൽ
പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. കാരണം ആ കുഞ്ഞിൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം, ഹാഗാറിൻ്റെ നിലവിളി കേട്ട കർത്താവ്, ആ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. ദൈവം അവളുടെ കണ്ണ് തുറക്കിയ, ഹാഗാറിൻ്റെ കണ്ണ് തുറന്നു. അവളൊരു നീരുറവ കണ്ടു, തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. അങ്ങനെ നമുക്ക് താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും. അവൻ വളർന്നു വന്നു, അവനൊരു വില്ലാളിയായിട്ട് തീർന്നു. അത് കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മ അവന് ഒരു ഭാര്യയെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. കാരണം അവളും ഒരു മിസ്രയീമിയ വ്യക്തിയായിരുന്നല്ലോ, ഒരു സ്ത്രീ ആയിരുന്നല്ലോ ഹാഗാറിനെ കിട്ടിയത്. അബ്രഹാം ഈജിപ്തിൽ പോയപ്പോഴാണ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഹാഗാർ ആ മിസ്രയീമിയ സ്ത്രീ ആയിരുന്നത് കൊണ്ട് മിസ്രയീം ദേശത്ത് നിന്ന് തന്നെ അവനൊരു ഭാര്യയെ കൊണ്ടുവന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അക്കാലത്ത് അബീമേലെക്ക് അവൻ്റെ സേനാധിപതിയായ പീക്കോലും അബ്രഹാമിനോട് സംസാരിച്ചു. എന്നിട്ട് വന്നിട്ട് പറയുക, നിന്റെ സകല പ്രവൃത്തിയിലും ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇത് തിരിച്ചറിയുന്നതായിരിക്കുന്ന അബീമേലെക്ക് ഇവിടെ അടുത്ത് വന്ന് അബ്രഹാമിനോട് പറയുകയാണ്, ദൈവം നിന്നോട് കൂടെയുണ്ട്. എന്നിട്ട് പറയുകയാണ്, നീ ഈ ദേശത്തോട് നന്മ കാണിക്കുമെന്ന് നീ ഒരു കാര്യം ചെയ്യണം, ഇവിടെ വെച്ച് ദൈവത്തെ ചൊല്ലി എന്നോട് സത്യം ചെയ്യണം. അല്ലെ, നീ ഈ ദേശത്തുണ്ട്, ഈ ദേശത്ത് നിമിത്തം നീ എന്നോട് ഒന്ന് നന്മ കാണിക്കും, നീ ദയ കാണിക്കും എന്ന് നീ എന്നോട് സത്യം ചെയ്യണം. അപ്പോൾ അബ്രഹാം പറയുന്നുണ്ട്, സത്യം ചെയ്യാം. എന്നിട്ട് അബ്രഹാം പറയുകയാണ്, അന്നേരം അബ്രഹാം ഒരു കാര്യം പറയുക, ഇല്ലേ, അബീമേലെക്ക് ഇവരുടെ അടുക്കൽ വന്നേക്കുമോ, അബ്രഹാമിൻ്റെ അടുക്കൽ വന്നേക്കുമോ. വന്നേക്കുമ്പോൾ അബ്രഹാം ഒരു കാര്യം പറയുന്നുണ്ട്, അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ച കിണർ നിമിത്തം അബ്രഹാം അബീമേലെക്കിനോട് ഭത്സിച്ച് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ മുന്നേ ആയിരിക്കാം ഒരു പക്ഷേ ഈ അബീമേലെക്കിൻ്റെ ദാസന്മാർ അബ്രഹാമിൻ്റെ കിണർ അപഹരിച്ചു. അബ്രഹാം വെള്ളം കുഴിച്ച് എടുത്തു, കിണർ കുഴിച്ചു, വെള്ളം കണ്ടു. ആ കിണർ അബീമേലെക്കിൻ്റെ ദാസന്മാർ അപഹരിച്ചെടുത്തു. പക്ഷേ ഈ അപഹരിച്ചെടുത്ത സമയത്ത് എന്തുകൊണ്ട് അബ്രഹാം അബീമേലെക്കിനോട് പോയി അവിടെ വഴക്കുണ്ടാക്കിയില്ല, ദാസന്മാരോട് പോയി വഴക്കുണ്ടാക്കിയില്ല? ഇല്ലേ, ആ ഒരു ഭാഗമൊന്നും നമ്മൾ കാണുന്നില്ല. പക്ഷെ ഈ ഭാഗത്ത് ഈ അബീമേലെക്ക് തൻ്റെ അടുക്കൽ വരുന്നതായിരിക്കുന്ന സമയത്താണ് അബ്രഹാം ഈ കാര്യം സംസാരിക്കുന്നത്. എന്നെ അവിടെ സ്പർശിക്കാനായിട്ട് ഇടയായി തീർന്ന ഒരു കാര്യം, പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ചില സാഹചര്യങ്ങൾ ചിലരൊക്കെ ചിലത് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ നമ്മൾ മിണ്ടാതെ ഇരുന്നാൽ തക്ക സമയത്ത് ഇവരെ തന്നെ ദൈവം നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ആ കാര്യങ്ങൾ ക്രമപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അല്ലേ, അബ്രഹാമിൻ്റെ ജീവിതത്തിൽ നോക്കിയപ്പോൾ ഈ ഒരു മാതൃക നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. അല്ലേ, നമ്മളെ ആരെങ്കിലും ഒന്ന് ഉപദ്രവിച്ചെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മിണ്ടാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ അപഹരിച്ചെടുത്തു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മിണ്ടാതിരിക്കണം. നമ്മളതിനെക്കുറിച്ച് പ്രതികരിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. ഒത്തിരി നഷ്ടമുണ്ടാക്കിയവരായിരിക്കാം, പക്ഷെ പ്രതികരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. താഴേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, അതിന് അബീമേലെക്ക് പറയാണ്, ഇതാരാ ചെയ്തതെന്നും എനിക്കറിയത്തില്ല, ഇപ്പോഴാണ് ഞാൻ ഈ കാര്യമെല്ലാം കേൾക്കുന്നത്, നീ എന്നോട് ഇതുവരെ പറയിച്ച് അതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞൊക്കെ അബ്രഹാമിനോട് അബീമേലെക്ക് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവരിരുവരും പിന്നെ ഉടമ്പടിയെല്ലാം ചെയ്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ സമയത്തിന് എല്ലാത്തിനും ഇടം കൊടുപ്പാൻ നമുക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുനാമ മഹത്വത്തിനായി ഈ വചനങ്ങളെ സമർപ്പിക്കുന്നു. കേൾക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം ശ്രേഷ്ഠമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.